എനിക്കറിയാം എൻ്റെ ചാനലിലെ ഓഡിയൻസ് എന്തിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. 100 days in hardcore Minecraft. ഓക്കെ, ഇത് 100 days of Minecraft hardcore ഡേ 40 to ഡേ 60 ആണ്. ഇന്ന് നമുക്ക് മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൽ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ ടാർഗറ്റ് വെച്ചാൽ ഇന്ന് എനിക്ക് എൻ്റെ സ്റ്റാർട്ടർ ബേസിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടാക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. എൻ്റെ രണ്ടാമത്തെ കാര്യം മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൽ ഏറ്റവും ടഫായിട്ടുള്ള കാര്യമാണ്. മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് എൻ്റെ ഫുൾ ബോഡി നെതറേറ്റ് ആർമറാക്കണം, എൻ്റെ കയ്യിലെ വെപ്പൺസ് നെതറേറ്റ് ആർമറാക്കണം. നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൽ ഡേ 40 to ഡേ 60 എന്തൊക്കെ സംഭവിക്കും നമുക്ക് നോക്കാം. നമുക്ക് ഗെയിം പ്ലേ പോവാം. ലെറ്റ്സ് ഗോ. എനിവേ, ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ബേസിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് നമുക്കൊരു അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടാക്കാന്നുള്ളതാണ്. ഞാൻ എൻ്റെ ബേസിൻ്റെ ഏറ്റവും താഴെ വന്നാണ്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 5 ബ്ലോക്ക് താഴത്തേക്ക് മൈൻ ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അറിയോ, എൻ്റെ നേരെ തൊട്ട് മുന്നിലുള്ള ഫ്ലോർ ഉണ്ടല്ലോ അതേ ലെങ്ത്തിലും വലുപ്പത്തിലും ഞാൻ അവിടെ ഒരു ഏറ്റവും താഴെയായിട്ട് ഈ ഫ്ലോർ ഫിറ്റ് ചെയ്തു. ആൻഡ് പിന്നെ എൻ്റെ കയ്യിലെ കുറച്ച് സാൻഡ് വെച്ചിട്ട് അതിൻ്റെ 3 സൈഡും ഞാനത് കവർ ചെയ്തു. എനിക്ക് ഈ ഒരു ഡിസൈനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം 3 സൈഡ് ഞാൻ സാൻഡ് വെച്ച് കവർ ചെയ്തു. ഇത് അണ്ടർഗ്രൗണ്ട് ടണൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റ് സോഴ്സ് തീരല്ല. ഞാൻ എൻ്റെ കയ്യിലെ ലാൻഡൺ വെച്ചാണ്ട് അവിടെ ഫുള്ളി ഞാൻ ലൈറ്റപ്പ് ചെയ്തു. പിന്നെ നിങ്ങളിവിടെ ഈ ഒരു ബ്ലോക്ക് കുറച്ച് ശ്രദ്ധിച്ചോ, ഇതൊരു നേരെ മുന്നിലായിട്ട് റിവറാണുള്ളത്. അപ്പോൾ എനിക്ക് റിവർ ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനത് എൻ്റെ കയ്യിലെ ഗ്ലാസ് മൊത്തത്താണ്ട് ആ ഭാഗത്ത് ഫിറ്റ് ചെയ്തു. ഇപ്പോൾ കണ്ടോ, മുന്നിൽ നേരെ റിവറാണുള്ളത്. ആൻഡ് ഇതിൻ്റെ മുന്നിലുള്ള മഡും സാൻഡും സ്റ്റോണൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഏറ്റവും താഴത്തെ ഫ്ലോർ നോക്കുമ്പോൾ ഇവിടെയുള്ള റിവർ നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതാ ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മളെ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ നോക്കിയാൽ ഒരു അക്വേറിയം പോലെ ഇത് മൊത്തം നമുക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണാൻ കഴിയും. ഇതിപ്പോൾ നൈറ്റാണ് രാവിലെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും പാടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയുണ്ട്? എനിവേ, ഇതാണ് നമ്മൾ ട്രീ ഹൗസ്. ആൻഡ് ഇതാണ് നമ്മൾ ഷുഗർ കെയിൻ ഫാം, ഇതാണ് നമ്മൾ വീറ്റ് ഫാം. ഇതൊക്കെ നമ്മൾ മുന്നുണ്ടാക്കിയാൽ വെറുതെ ഒരു ഷോക്ക് വേണ്ടി കാണിച്ചു എന്നുള്ളൂ. പിന്നെ ഞാൻ ഓരോ ക്രീപ്പറിനെ ഒന്ന് കൊല്ലാൻ തുടങ്ങി. കാരണം ക്രീപ്പറിൻ്റെ കയ്യിൽ ഗൺ പൗഡർ ഉണ്ട്. ഗൺ പൗഡർ ഉണ്ട് നമുക്ക് TNT ഉണ്ടാക്കാൻ പറ്റും. TNT കിട്ടിയാലേ നമുക്ക് ആൻഷ്യൻ്റ് ഡെബ്രീസും അയൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെതർ പോയി കണ്ട് ആൻഡ് കണ്ടോ, ക്രീപ്പറിനെ കൊണ്ട് ഇപ്പോൾ അന്നും ഇന്നും എന്നും ശല്യം മാത്രമേ ഉള്ളൂ. എൻ്റെ ബേസൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഞാനൊന്നും ചെയ്തില്ല, എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇതെടുത്ത് അത് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഗൺ പൗഡറും ക്രീപ്പറിനെ കൊന്നുള്ള ഗൺ പൗഡർ വെച്ചിട്ട് ഞാൻ 11 TNT ഉണ്ടാക്കി. പിന്നെ ഞാൻ കുറച്ച് ബെഡും ക്രാഫ്റ്റ് ചെയ്ത്. കാരണം വെച്ചാൽ ഈ ബെഡും TNTയും ബ്ലാസ്റ്റ് ചെയ്ത് കണ്ടാണ് നമ്മൾ നെതർ പോയിൻ്റെ ആൻഷ്യൻ്റ് ഡെബ്രീസ് എടുക്കാൻ നിൽക്കുന്നത്. ഞാൻ വീണ്ടും നെതർ പോയി മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൽ. എനിക്ക് ഒട്ടും ആഗ്രഹമില്ല മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൽ വീണ്ടും നെതർ പോകാൻ. എനിക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലായി എനിക്ക് സ്മിത്തിങ് ടെംപ്ലേറ്റ് ആവശ്യമുണ്ട്. കാരണം എന്നാലും നമുക്ക് നെതറേറ്റിൻ്റെ വെപ്പൺസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു ബാസ്റ്റിൻ തപ്പിപ്പോയി. ഞാൻ ഒരുപാട് തപ്പി അവസാനം ഞാൻ ഒരു ബാസ്റ്റിൻ എനിക്ക് കിട്ടി. പക്ഷേ ലാവൻ്റെ ഒക്കെ മുകളിൽ കൂടെ ആയിട്ട് അവിടെ ഒരു ബാസ്റ്റിൻ കിടക്കണേ. ഞാൻ എന്ത് ചെയ്തു ഒന്നും നോക്കിയില്ല, എൻ്റെ കയ്യിലെ മഡും സ്റ്റോണൊക്കെ വെച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കാൻ തുടങ്ങി. നല്ലോണം ശ്രദ്ധിച്ചാൽ ഞാൻ ഈ കാര്യം ചെയ്തതിന്. കാരണം ഒരു മിസ്റ്റേക്ക് മതി എവറിത്തിങ് ഗോൺ. ഇതാ ഞാൻ ഏകദേശം ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി. ആ ബ്രിഡ്ജിൻ്റെ വലിപ്പം നോക്കാം, നമ്മൾ അവിടുത്തെ ആ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി. ആൻഡ് ഫസ്റ്റ് തന്നെ ഞാൻ ആ ബാസ്റ്റിൻ കയറിയപ്പോൾ അവിടെ എനിക്ക് 4 ചെസ്റ്റ് കാണാൻ കഴിഞ്ഞു. ആൻഡ് ഫസ്റ്റ് ചെസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് സ്മിത്തിങ് ടെംപ്ലേറ്റ് കിട്ടി. ആൻഡ് രണ്ടാമത്തെ ചെസ്റ്റ് വന്നപ്പോൾ എനിക്ക് അതിൽ അത്യാവശ്യം ക്യാരറ്റ് ഗോൾഡ്, അതായത് ഗോൾഡൻ ക്യാരറ്റ് നല്ല ഹെൽത്തിന് കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അതൊക്കെ എനിക്ക് കിട്ടി. ആൻഡ് ഇതാ മൂന്നാമത്തെ ചെസ്റ്റ് വന്നപ്പോൾ വീണ്ടും അല്ല ഫസ്റ്റ് എനിക്ക് ആൻഷ്യൻ്റ് ഡെബ്രീസ് കിട്ടി. എനിവേ വീണ്ടും എനിക്ക് സ്മിത്തിങ് ടെംപ്ലേറ്റ് കിട്ടി. ആൻഡ് സത്യത്തിൽ പറയാമല്ലോ ഞാൻ ഹാപ്പി. കാരണം ഈ ഒരു 4 ചെസ്റ്റ് തുറന്നപ്പോൾ എനിക്ക് 2 സ്മിത്തിങ് ടെംപ്ലേറ്റും ഒരു ആൻഷ്യൻ്റ് ഡെബ്രീസും കിട്ടി. എനിവേ ലക്കി. ആൻഡ് ഇതാ വീണ്ടും ഞാൻ ആ ആൻഷ്യൻ്റ് ഡെബ്രീസ് ഒരുപാട് കാലം തപ്പുന്നപ്പോൾ അവിടെ ദൂരമായിട്ടൊരു ചെസ്റ്റ് കാണുന്നുണ്ട്. ഞാൻ ഈ ആൻഷ്യൻ്റ് ഡെബ്രീസ് ഫുൾ തപ്പിയിട്ടേ പോകുള്ളൂ. കാരണം ഇതിലുള്ള ലൂട്ട് മൊത്തം ഇമ്പോർട്ടൻ്റ്. ആൻഡ് അത് തുറന്നപ്പോൾ വീണ്ടും എനിക്ക് ആൻഷ്യൻ്റ് ഡെബ്രീസ് കിട്ടി. ഇപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ 2 ആൻഷ്യൻ്റ് ഡെബ്രീസും 2 സ്മിത്തിങ് ടെംപ്ലേറ്റും ആയി. വീണ്ടും ഞാൻ ആ ബാസ്റ്റിൻ ഒരുപാട് കിടന്ന് അന്വേഷിക്കാൻ തുടങ്ങി. ആൻഡ് കണ്ടോ, ഇവിടെ ഉള്ള ചെസ്റ്റിലെന്ന് വെച്ചാൽ ഫുൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് തപ്പണ്. ആൻഡ് ഇതാ വീണ്ടും എനിക്കൊരു ചെസ്റ്റ് കിട്ടി. ആൻഡ് ആ ചെസ്റ്റ് തുറന്ന് നോക്കിയപ്പോൾ വീണ്ടും അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു സ്മിത്തിങ് ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ എൻ്റെ കയ്യിൽ 3 സ്മിത്തിങ് ടെംപ്ലേറ്റ് ആയി. എനിവേ വീണ്ടും ഞാൻ തുറന്നപ്പോൾ ഇവിടെ ഒരു പിഗ്ലിൻ. സത്യം പറഞ്ഞാൽ ഈ ബാസ്റ്റിനിൽ പിഗ്ലിൻ ബ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോബ് ഉണ്ടാവേണ്ട. അത് ഭയങ്കര പവർഫുള്ളാണ്, നല്ല ഡാമേജും തരും. എനിക്കതിനെ കാണാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ലക്ഷ്യം അത്ര തന്നെ. എന്താ വീണ്ടും ഒരു ചെസ്റ്റ് കിട്ടി. അത് തുറന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ആൻഷ്യൻ്റ് ഡെബ്രീസ്. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ഒട്ടും വിശ്വസം കഴിയില്ല. കാരണം ഈ ഒരു ഒറ്റ ബാസ്റ്റിൻ കാരണം എനിക്ക് 3 ആൻഷ്യൻ്റ് ഡെബ്രീസും 3 സ്മിത്തിങ് ടെംപ്ലേറ്റും കിട്ടി. ആൻഡ് പിന്നെ അവിടെ നോക്കിയപ്പോൾ അവിടെ വേറെ ചെസ്റ്റ് ഒന്നും കണ്ടില്ല. ഞാൻ എൻ്റെ കയ്യിലുള്ള മഡ് നേരെ മേലക്കിട്ട് അവിടുത്തെ സ്ഥലം കാലം നോക്കി. കാരണം ബാസ്റ്റിനൊന്നും ഒട്ടും സേഫ് അല്ല, പിഗ്ലിൻസ് ഒന്നും അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആൻഡ് അത് ഞാൻ എൻ്റെ ഓൾഡ് ബ്രിഡ്ജിനായിട്ട് കവറപ്പ് ചെയ്ത്. എൻ്റെ ഇപ്പോൾ കണ്ടേ ഞാൻ നിൽക്കുന്ന പൊസിഷൻ നോക്കാം, അവിടെ നിന്നൊക്കെ താഴെ വീണാൽ തീർന്ന് ഫുള്ളാവുകയാണ് ഇല്ലത് പറയാലോ. ആൻഡ് പിന്നെ കണ്ടോ ഇതൊക്കെ ചുറ്റിലും ലാവ. ഞാൻ ശ്വാസം ഇറക്കി പിടിച്ചു. കീബോർഡും മൗസും ഒന്നും സൈഡിക്കോ ഇങ്ങോട്ടോ പോലും എനങ്ങാതെ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയുള്ള ആ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ ഇങ്ങനെ പോകാൻ തുടങ്ങി. ആൻഡ് ഇവിടെ കണ്ടോ, ഞാൻ നെതറിൽ പോയിട്ട് വീണ്ടും ഞാൻ എൻ്റെ നെതർ പോർട്ടൽ എവിടെ വെച്ചെന്നുള്ളത് മറന്നു.
ഇതാ എന്താ ഓർമ്മ ഉണ്ടോ, നമ്മൾ 20 to 40 വിസിറ്റ് ചെയ്തിട്ടുള്ള നെതർ ഫോർട്രസ് ആണത്. അതൊക്കെ അത് കണ്ടോൾക്ക് മനസ്സിലാവും. എൻ്റെ എനിവേ ഇത് അത് കണ്ടോ, ഞാനിപ്പോൾ എൻ്റെ നെതർ പോർട്ടലിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ട് അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ കയ്യിൽ ആപ്പാടെ 3 ആൻഷ്യൻ്റ് ഡെബ്രിസ് ഉള്ളൂ. എനിക്ക് ഈ ആൻഷ്യൻ്റ് ഡെബ്രിസ് ഇനിയും ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് ഫുൾ ബോഡി നെതറേറ്റ് ആർമറും നമ്മൾ കയ്യിൽ വെപ്പൺസൊക്കെ നെതറേറ്റ്. ഏറ്റവും കൂടുതൽ ആൻഷ്യൻ്റ് ഡെബ്രിസ് കിട്ടുന്നത് വൈ ലെവൽ 15 എന്ന കോർഡിനേറ്റിലാണ് നെതറിൽ കിട്ടുന്നത്. ആൻഡ് ഞാൻ വൈ ലെവൽ 15 വരെ അടിക്ക് കടന്ന് മൈൻഡ് ചെയ്യാൻ തുടങ്ങി. അതാ പെട്ടെന്ന് ലാവാം. ഞാനൊരു കാര്യം മറന്നു പോകാണ്. കാരണം വെച്ചാൽ ഞാൻ ഡയമണ്ട് മൈൻഡ് ചെയ്യുന്ന കാര്യമാണ് ഞാൻ ആൻഷ്യൻ്റ് ഡെബ്രിസ് മൈൻഡ് ചെയ്യാൻ പോകുന്നത്. നെതറിലാണെന്നുള്ള കാര്യം ഞാൻ മറന്നു പോകാം പൊട്ടണേ കണ്ട്. ഉള്ളത് പറയാലോ, എൻ്റെ കയ്യിൽ ആ ഗോൾഡൻ ക്യാരറ്റ് ഉണ്ടാണ്ട് മാത്രം എൻ്റെ ഹെൽത്തൊക്കെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ. പിന്നെ ഞാൻ വേറെ ഏരിയ എടുത്തുകൊണ്ട് വീണ്ടും അവിടെ വൈ ലെവൽ 50 വരെ കൊച്ചു വീണ്ടും ഇല്ല. അവിടെ നിന്ന് എനിക്ക് പണി കിട്ടി. ഞാൻ ഒരിക്കൽ കിട്ടിയിട്ട് ഞാൻ പഠിക്കില്ല. വീണ്ടും ഞാൻ താഴത്ത് എന്താ പറയുക, ഒന്നാമത് ഈ ഡയമണ്ട് പിക്കാക്സിന് ഇവിടെ ഭയങ്കര ഫാസ്റ്റാണ്. ആൻഡ് വീണ്ടും ഞാൻ അടുത്തൊരു മൈനിങ് ചെയ്ത് നോക്കി. ആൻഡ് ഇവിടെ അധികം കുഴപ്പമൊന്നുമില്ലാതെ വൈ ലെവൽ 15 വരെ ഞാൻ മൈൻ ചെയ്തു. ആൻഡ് ആ വൈ ലെവൽ 15 ഞാൻ നേരെ സ്ട്രെയിറ്റ് മൈൻ ചെയ്തു. ഞാൻ സ്ട്രെയിറ്റ് മൈൻ ചെയ്യുന്നില്ല എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ആ സ്ട്രെയിറ്റ് മൈൻ ചെയ്തതിൽ ഇടയിൽ ഫുള്ള് 3 ബ്ലോക്ക് വെച്ചാണ് ഞാൻ ഫുൾ അവിടെ TNT വെച്ചു. മനസ്സിലായല്ലോ, TNT വെച്ച് ബ്ലാസ്റ്റ് ചെയ്താലേ നമുക്ക് ആൻഷ്യൻ്റ് ഡെബ്രിസ് ഉള്ളൂ. പിന്നെ എൻ്റെ കയ്യിലെ ഫിൻഡൻസിൽ വെച്ചാൽ അതിൽ ലൈറ്റപ്പ് ചെയ്തു. ആൻഡ് ഇത് അത് മൊത്തത്തിൽ ബ്ലാസ്റ്റ് ചെയ്തു. ഇപ്പോൾ സംഭവിക്കണം എന്താ വെച്ചാൽ, ഈ ബ്ലാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ഇതിൻ്റെ ബാക്കിയുള്ള ബ്ലോക്ക് മൊത്തം പൊട്ടും, പക്ഷേ ആൻഷ്യൻ്റ് ഡെബ്രിസ് TNT വെച്ച് പൊട്ടില്ല. അപ്പോൾ ഈ ഗ്യാപ്പിൽ നമുക്ക് എന്ത് കണ്ടോ, ഇതേപോലെ ആൻഷ്യൻ്റ് ഡെബ്രിസ് ഇട്ടു. അവിടെ ഞാൻ ആൻഷ്യൻ്റ് ഡെബ്രിസ് കണ്ടു. ഞാൻ ഫസ്റ്റ് ടൈമായിട്ടും എനിക്ക് ഇങ്ങനെ കിട്ടുന്ന ആൻഷ്യൻ്റ് ഡെബ്രിസ് ഞാൻ അപ്പം തന്നെ മൈൻഡ് ചെയ്തു. എൻ്റെ ഇതാ ഏകദേശം അവിടെ നിന്ന് എനിക്ക് 3 ആൻഷ്യൻ്റ് ഡെബ്രിസ് കിട്ടി. ഇപ്പം എൻ്റെ കയ്യിൽ 6 ആൻഷ്യൻ്റ് ഡെബ്രിസ് ഉണ്ട് ടോട്ടൽ. ബാക്കി വന്ന TNT ഞാൻ ചെയ്തു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ വെച്ച് പൊട്ടിക്കാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഇടയിലുള്ള ഗോൾഡ് അങ്ങനത്തെ പല ഓറും എല്ലാം പൊട്ടും. ബട്ട് ആൻഷ്യൻ്റ് ഡെബ്രിസ് മാത്രം പൊട്ടാതെ അവിടെ അങ്ങനെ നിൽക്കും. കാരണം ആൻഷ്യൻ്റ് ഡെബ്രിസ് ഈ TNTയോ മറ്റ് ബ്രെഡ് കൊണ്ടൊന്നും പൊട്ടൂല. വീണ്ടും ഞാൻ ഒരുപാട് കടന്ന് ആ ബ്ലാസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തിൻ്റെ സൈഡൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ എനിക്ക് വീണ്ടും കിട്ടി ആൻഷ്യൻ്റ് ഡെബ്രിസ്. ആൻഡ് ഇപ്പോൾ ഏകദേശം കയ്യിൽ 7 ഉണ്ട്. പിന്നെ ഞാൻ ബെഡ് മൈനിങ് ആണ് മെയിനായിട്ട് ചെയ്തത്. ബെഡ് നെതറിലിട്ടാൽ പൊട്ടും. പക്ഷെ ഞാൻ സത്യം പറയാം, ഞാൻ മണ്ടര കണ്ട ശ്രദ്ധിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഹാർഡ് കോറിലൊന്നും ഒരിക്കലും ഇത്ര റിസ്ക് എടുക്കരുത്. കണ്ടോ, ബെഡ് മൈനിങ്ങിന് വിത്ത് റിസ്ക് ആണ്. കാരണം വെച്ചാൽ ബെഡ് മൈനിങ് നമുക്ക് ചിലപ്പോൾ ആൻഷ്യൻ്റ് ഡെബ്രിസ് ഒക്കെ കിട്ടി വരും, പക്ഷേ വിത്ത് റിസ്ക്. കാരണം എന്താ വെച്ചാൽ കണ്ടോ, ബെഡ് വരുമ്പോൾ എത്ര ഹെൽത്താണ് പോകണ്ടോ. പിന്നെ ഞാൻ ഒരുപാട് എൻ്റെ കയ്യിൽ ഡയമണ്ട് പിക്കാക്സാണ് മൈൻഡ് ചെയ്തിട്ടും എനിക്ക് കുഴപ്പമില്ലാതെ ആൻഷ്യൻ്റ് ഡെബ്രിസ് കിട്ടിയിട്ടായിരുന്നു. പിന്നെ ഞാൻ കിട്ടിയിട്ട് ഞാൻ പഠിച്ചില്ല എന്ന് അറിയാലോ, വീണ്ടും ഞാൻ മൈൻഡ് ചെയ്യാനുള്ള മടി കാരണം ബെഡ് വെച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ സംഭവിച്ചത് എന്താ നിങ്ങൾ കണ്ടോ, എൻ്റെ ഹെൽത്തൊക്കെ ഹാർഡ് കോറിൻ്റെ ഹെൽത്തൊക്കെ മൊത്തത്തിൽ അവിടെ തീർന്നില്ല. വെറും പൊട്ടത്തര ഞാൻ കാട്ടുന്നു, ഉള്ളത് പറയാലോ, വെറും പൊട്ട. ആൻഷ്യൻ്റ് ഡെബ്രിസ് ഒക്കെ എനിക്ക് കിട്ടി, പക്ഷേ ഇങ്ങനത്തെ സാഹചര്യത്തിലൊന്നും ഒരിക്കലും ഇങ്ങനത്തെ റിസ്ക് എടുക്കരുത്. ഇത്രയും കളിച്ച മൊത്തം ആ ഒരൊറ്റ സെക്കൻഡിൽ പോയനെ. എൻ്റെ ഹെൽത്ത് എത്ര നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. ഹാർഡ് കോർ കളിക്കുന്ന ആൾക്കാർക്ക് അറിയും ഈ സിറ്റുവേഷനൊക്കെ എത്ര ഫ്രസ്ട്രേറ്റഡ് ആണ്, എത്ര വെറുപ്പാണ്. എൻ്റെ കയ്യിൽ ഗോൾഡ് ക്യാരറ്റൊക്കെ യൂസ് ചെയ്യാൻ എൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ ഞാനിതാ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ആൻഷ്യൻ്റ് ഡെബ്രിസ് ഞാൻ കളക്ട് ചെയ്തു. പിന്നെ എൻ്റെ കയ്യിൽ ഡയമണ്ട് പിക്കാക്സ് പൊട്ടി. ഞാൻ വീണ്ടും പോയിൻ്റെ ബേസ് പോയിന്റ് അടുത്ത ഡയമണ്ട് പിക്കാക്സ് എടുത്തേണ്ട വീണ്ടും ഞാൻ മൈൻഡ് ചെയ്ത് ഒരുപാട് മൈൻഡ് ചെയ്ത് എൻ്റെ കയ്യിൽ 23 ഉണ്ടായിരുന്നു. വീണ്ടും മൈൻഡ് ചെയ്തപ്പോൾ എനിക്ക് പിന്നെയും കിട്ടി ആൻഷ്യൻ്റ് ഡെബ്രിസ്. ആൻഡ് ഇപ്പോൾ ടോട്ടൽ ഇതാ എൻ്റെ കയ്യിൽ ഏകദേശം 25ാമത്തെ ആൻഷ്യൻ്റ് ഡെബ്രിസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും, എനിക്ക് ഫുൾ ബോഡി നെതറേറ്റ് ആർമർ ആക്കാം, പക്ഷേ ഫുൾ വെപ്പൺസും നെതറേറ്റ് ആക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് മൈൻഡ് ചെയ്ത് മടുത്തു. എനിക്ക് ആൻഷ്യൻ്റ് ഡെബ്രിസ് മൈൻഡ് ചെയ്ത് മടുത്തു. ഹാവേഴ്സ് ഓഫ് മൈനിങ് കൂടെയാണ് എനിക്ക് ഈ 25 ആൻഷ്യൻ്റ് ഡെബ്രിസ് കിട്ടിയത്. അതായത് ബെഡും TNT ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരെ എൻ്റെ ബേസിക്ക് പോകാൻ വിചാരിച്ചു. എനിവേ അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, എൻ്റെ കയ്യിലില്ല ഗോൾഡിൻ്റെ ഹെൽമെറ്റ് പൊട്ടിയുണ്ട്. അതുകൊണ്ടാണ് ഈ പിഗ്ലിൻ ഇന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. എനിവേ ഞാൻ ഒന്നും നോക്കില്ല, കിട്ടിയിട്ടില്ല ആൻഷ്യൻ്റ് ഡെബ്രിസ്. കഷ്ടപ്പെട്ട് അത്രയും കിട്ടിയില്ല ആൻഷ്യൻ്റ് ഡെബ്രിസ് മൊത്തം ഞാൻ എതിർക്കന്നെ പോയി. എനിക്ക് ഇവിടെ ഫൈറ്റ് ചെയ്യാനും വയ്യ, ഒന്നിനും വയ്യ. ആൻഡ് ഇതാ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വന്നിട്ട് തന്നെ ആദ്യം ചെയ്ത കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ ആൻഷ്യൻ്റ് ഡെബ്രിസ് എടുത്താണ് ഞാൻ ആ ചെസ്റ്റിൽ വെച്ചാണ്ട് സേഫ് ആക്കി. പിന്നെ എൻ്റെ കയ്യിലെ സ്മിത്തിങ് ടെംപ്ലേറ്റ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫുൾ ബാസ്റ്റിനൊന്നും എടുക്കേണ്ടില്ല. ആൻഡ് ആൻഷ്യൻ്റ് ഡെബ്രിസ് ഫുള്ള് ഞാൻ എന്ത് ചെയ്തു, ഫർണസിലിട്ടാണ് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചു. കയ്യിലെ വുഡും ഇപ്പോൾ കോളൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. ആൻഡ് എൻ്റെ കയ്യിലെ വുഡ് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് എൻ്റെ ആൻഷ്യൻ്റ് ഡെബ്രിസ് ഫുള്ള് സ്മെൽറ്റ് ചെയ്ത്. ആൻഡ് ഇതിനിപ്പോൾ നെതർ സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ട് വേറെ സാധനം വരും, മെറ്റീരിയൽ വരും. അത് വളരെ ആവശ്യം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഏകദേശം 8 ഡയമണ്ടാണ് ബാക്കിയുള്ളത്. എനിക്ക് എന്ത് ചെയ്യണം, ഇനി ഈ സ്മിത്തിങ് ടെംപ്ലേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. കണ്ടോ, 7 ഡയമണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്മിത്തിങ് ടെംപ്ലേറ്റ് തന്നെ ഓൾറെഡി ഇല്ലെന്ന് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. എനിവേ ഇപ്പോൾ എൻ്റെ കയ്യിൽ മൊത്തം 4 ഉണ്ട്. ഞാൻ രാത്രി ഡയമണ്ട് മൈനിങ്ങിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോൾ എത്ര മോബാ നിങ്ങൾ ശ്രദ്ധിച്ചോ. കാരണം മൈൻക്രാഫ്റ്റ് ഹാർഡ് കോറിൽ ഇതിൻ്റെ ഡിഫിക്കൽട്ടി മോഡ് ഹാർഡ് കാരണം. അപ്പോൾ ഇവർ ഇത്രയും കടന്ന് സ്മോൾ ആവുകയും ചെയ്യും, ഇവർക്ക് ഇത്രയും ഡാമേജ് ഉണ്ടാവും. ഇവർ കണ്ടോ ആ ഗ്യാപ്പ് കൂടെ അവർക്ക് വരാൻ തന്നെ ഉള്ള അത്രയും മോബ്സ് ഉള്ളത് പറയാലോ. ഇവർക്ക് ആർമറും ചെസ്റ്റൊക്കെ ഇട്ട അവർ വരുന്നുണ്ട് അറ്റാക്ക് ചെയ്യാൻ. ഹാർഡ് കോറിൽ ഇതൊന്നും സേഫ് അല്ല. ഞാനെന്താ വീടിനുള്ള വാതിൽ അടച്ചെടുക്കാന്നപ്പോൾ അവർ വാതിലൊക്കെ പൊളിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. എനിവേ ഞാനെന്ത് ചെയ്തു, എൻ്റെ കയ്യിലെ സോഡും ബോയൊക്കെ വെച്ചാണ്ട് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങി. എല്ലാത്തിനും ഞാൻ തീർത്ത ശേഷം ആ നൈറ്റ് ഞാൻ എങ്ങനെയൊക്കെ സ്കിപ്പ് ചെയ്തു. അതിൻ്റെ പുതിയ ദിവസം, പുതിയ വെളിച്ചം, പുതിയ ജീവിതം.
അതിൻ്റെ ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പോൾ അതിൻ്റെ ആൻറ്റി ഡെബ്രസ് വെച്ചുള്ള ഇതെല്ലാം നെതർ സ്ക്രാപ്പ് ആയിട്ടുണ്ട്, ഫർണസിൽ ഇട്ടാണ്ട് ചൂടാക്കിയാണ്ട്. എനിവേ പിന്നെ ഞാൻ സ്മിത്തിങ് ടെംപ്ലേറ്റ് ക്രാഫ്റ്റ് ചെയ്തു. സ്മിത്തിങ് ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കയ്യിലുള്ളതൊക്കെ നെതറൈറ്റിൻ്റെ വെപ്പൺസ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ സ്മിത്തിങ് ടെംപ്ലേറ്റ് ഏകദേശം ഞാൻ ഫർണസിൻ്റെ സൈഡിലായിട്ട് വെച്ചു. ഇനി എങ്ങനെയാണ് ഞാൻ നെതറൈറ്റിൻ്റെ ഇത് ഉണ്ടാക്കാൻ വെച്ചു? ആദ്യം ഞാൻ നെതറൈറ്റിൻ്റെ ഇൻഗോട്ട് ഉണ്ടാക്കി. നെതറൈറ്റ് ഇൻഗോട്ട് ഉണ്ടാക്കാൻ നെതറൈറ്റ് സ്ക്രാപ്പും ഗോൾഡും ആവശ്യം. പിന്നെ എനിക്ക് കുറച്ചും പാടെ ഡയമണ്ടിൻ്റെ ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇനിയും 6 സ്മിത്തിങ് ടെംപ്ലേറ്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം എൻ്റെ കയ്യിൽ 14 ഡയമണ്ട് ഉണ്ട് ഏകദേശം. ഞാനത് കിട്ടിയതും കൊണ്ട് വിട്ടു, കാരണം അതിൽ കൂടുതൽ ഒരു ഡയമണ്ട് എടുക്കാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു. പിന്നെ ഇതാ ഞാൻ കിട്ടിയിട്ട് ഡയമണ്ട് മൊത്തം എടുത്താണ്ട് അതിൻ്റെ ബേസിൽ തന്നെ പോയി. കാരണം വെച്ചാൽ എനിക്ക് ഇനിയും സ്മിത്തിങ് ടെംപ്ലേറ്റ് ആവശ്യമുണ്ട്. ആൻഡ് ആ 4 സ്മിത്തിങ് ടെംപ്ലേറ്റ് എന്നുള്ളത് എനിക്കില്ല 14 ഡയമണ്ട് കൊണ്ട് വെച്ചാണ്ട് ഞാൻ 6 സ്മിത്തിങ് ടെംപ്ലേറ്റ് ആക്കി. ഓക്കെ, ഇനി എനിക്ക് എൻ്റെ കയ്യിലെ 6 സാധനങ്ങൾ നെതറൈറ്റിനാക്കാൻ പറ്റും. ആൻഡ് ഇതാ എൻ്റെ കയ്യിലെ 6 നെതറൈറ്റ് ഇൻഗോട്ട് ഞാൻ അവിടെ എടുത്തു, സ്മിത്തിങ് ടെംപ്ലേറ്റ് അവിടെ എടുത്തു. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ നെതറൈറ്റിൻ്റെ ആക്കാൻ തുടങ്ങി. നെതറൈറ്റിൻ്റെ ചെസ്റ്റ്, നെതറൈറ്റിൻ്റെ പാൻറ്റ്, നെതറൈറ്റിൻ്റെ ഷൂസ്, നെതറൈറ്റിൻ്റെ ഹെൽമെറ്റ്. പിന്നെ ഞാൻ നെതറൈറ്റിൻ്റെ കയ്യിലൊരു ആക്സ് കൊടുത്തു. കാരണം നെതറൈറ്റിൻ്റെ ആക്സ് വളരെ അധികം ആവശ്യം വരും. പിന്നെ ഞാനിതൊരു പൊട്ടത്തരം കാട്ടി നെതറൈറ്റിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കുന്ന പകരം നെതറൈറ്റിൻ്റെ സോഡ് ഉണ്ടാക്കി. എനിവേ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോ, നെതറൈറ്റിൻ്റെ ചെസ്റ്റ്, നെതറൈറ്റിൻ്റെ പാൻറ്റ്, നെതറൈറ്റിൻ്റെ ഷൂസ്, നെതറൈറ്റിൻ്റെ ഹെൽമെറ്റ്. ഇപ്പം എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ ഫുൾ ബോഡി നെതറൈറ്റ് ആർമറായി. ഇപ്പോൾ സെമിൽ പ്ലേസിനെ നോക്ക്, സെമിൽ പ്ലേസിൻ്റെ കയ്യിൽ നെതറൈറ്റിൻ്റെ സോഡ് ഉണ്ട്, നെതറൈറ്റിൻ്റെ ഫുൾ ബോഡി ആർമർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഭയങ്കര പവർഫുള്ളാണ്. സത്യം പറയാം, ഞാൻ പറഞ്ഞ പ്രോമിസ് ഞാൻ ചെയ്തു. ഇത് കിട്ടാൻ വേണ്ടി നല്ല അടങ്ങാറാണ്. കാരണം നെതറൈറ്റ് ഗോഡ് ലെവൽ ആർമറാണ് മൈൻക്രാഫ്റ്റിൽ. കണ്ടോ, നെതറൈറ്റിൻ്റെ ആക്സും എല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെതറൈറ്റിൻ്റെ സാധനങ്ങളുടെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി അന്നത്തെ നൈറ്റിൽ ഞാൻ വെറുതെ പുറത്തിറങ്ങി നോക്കി. മോബിൻ്റെ ഡാമേജ് ഒന്നും തീരെ നമുക്ക് കിട്ടില്ല. കാരണം നെതറൈറ്റിൻ്റെ വെപ്പൺസും നെതറൈറ്റിൻ്റെ ആർമറും അത്രയും പവർഫുള്ളാണ്. എനിക്ക് തീരെ ഡാമേജ് ഒന്നും കിട്ടില്ല. കണ്ടോ, എത്ര ആൾക്കാരൊന്നും അടിച്ചിട്ടും ആകെ 2 ഹെൽത്തേ പോയിട്ടുള്ളൂ. ആ 2 ഹെൽത്ത് ബാറേ പോയിട്ടുള്ളൂ. ആൻഡ് നെതറൈറ്റിൻ്റെ ആക്സിൻ്റെ പവർ ഉണ്ടോ, ആ ആർമർ ഇട്ടിട്ടില്ലേ സോംബിനെ വരെ 2 അടിക്ക് തീർന്നു. അത്രയും പവർ ഉണ്ട് നെതറൈറ്റിൻ്റെ വെപ്പൺസിന്. ഇപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൽ നല്ല പവർഫുള്ളാണ്. കാരണം നെതറൈറ്റിൻ്റെ ആർമർ പറഞ്ഞാൽ അത്രയും വലിയൊരു സ്ട്രെങ്ത് തന്നെ. അതെന്താണെന്ന് അനുസരിച്ച് നിങ്ങൾ അത് മൈൻക്രാഫ്റ്റിൽ ഉറങ്ങാതിരിക്കുന്ന സമയത്ത് വരുന്നതാണ്. മൈൻക്രാഫ്റ്റ് കളിച്ചാൽ അത് ഓർമ്മ ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മൾ മൈൻക്രാഫ്റ്റ് ഒരുപാട് നേരം ഉറങ്ങാതെന്നാൽ ആ ഒരു ബാറ്റ് പോലുള്ള സംഭവം നമ്മൾ ഒറ്റയ്ക്ക്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ മൊത്തത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നില്ലതാണ് നിങ്ങൾക്ക് ബ്രീഫായിട്ട് എനിക്കൊന്നും വേണേൽ പറഞ്ഞിട്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഞാനിതാ ഇങ്ങനൊരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കി. അതായത് ഡേ 1 to day 60 എന്തൊക്കെ ചെയ്യുന്നില്ല പറഞ്ഞാൽ നമ്മൾ. പിന്നെ ഒരു വീറ്റ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഫസ്റ്റ് ഫ്ലോറിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. ആൻഡ് ഇതാ നമ്മളെ ഏറ്റവും ടോപ്പിലുള്ള ഫ്ലോറിൽ ഇതാ നെതർ പോർട്ടൽ ഉണ്ട്. പിന്നെ ഇതാ അവിടെ കുറച്ച് ഫർണസ്, അതായത് ഫർണസിൻ്റെ ഏരിയ ഉണ്ട്. പിന്നെ അവിടെ സ്മിത്തിങ് ടെംപ്ലേറ്റ് ഉണ്ട്. പിന്നെ ചെസ്റ്റ് ഏരിയ, റിസോഴ്സൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ചെസ്റ്റ് ഏരിയ ഉണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിൽ വെച്ചാൽ ഇതിൻ്റെ ടെറസാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഫുൾ അത് ഒക്കെ ഒന്ന് ഫാൻസസ് വെച്ച് കവർ ചെയ്യുന്നുണ്ട് ചെറിയൊരു വ്യൂവിന് വേണ്ടിയിട്ട്. എനിവേ പിന്നെ നമ്മൾ ഈ എപ്പിസോഡിൽ ഉണ്ടാക്കിയതാണ് ഈ ഒരു അണ്ടർഗ്രൗണ്ട് ഫ്ലോർ. ആൻഡ് ഇതൊരു അക്വേറിയം പോലെ ഞാൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് ട്രാൻസ്പാരൻ്റ് ആയിട്ട് മുന്നത്തെ റിവർ മൊത്തം കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ആൻഡ് എനിക്കിനിപ്പോൾ ലാൻഡ് കൂടെ തപ്പിയാണ്ട് റിസോഴ്സ് തപ്പി നടക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു ഹോഴ്സിന് ടൈം ചെയ്താണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം കുറച്ച് ഫാസ്റ്റാണ്, എന്തായാലും ഉപകാരപ്പെടും. പിന്നെ എനിക്ക് വാട്ടർ കൂടെ റിസോഴ്സ് തപ്പി നടക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിനും വേണ്ടിയാണ് ഒരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അതും എനിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയി. കാരണം പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര വലുതൊന്നുമല്ല, ബേസിക് ആയിട്ടില്ലൊന്നും. ഓക്കെ, പിന്നെ ഒരു വീറ്റ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ മെയിനായിട്ട് ചെയ്ത് വെച്ചാൽ ഇതാ ഈ ട്രീ ഹൗസാണ്. ആൻഡ് ഈ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ ഡേ 1 to day 60 വരെ കംപ്ലീറ്റ് ആക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ എൻ്റെ ഈ നെതറൈറ്റിൻ്റെ ആർമറും ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ, ഈ നെതറൈറ്റിൻ്റെ ആർമർ ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് എനിക്കറിയില്ല ഇനി ഡേ 60 to day 80 നമുക്ക് കാണാം. എന്ത് സംഭവിക്കുന്നു എനിക്ക് നോ ഐഡിയ. ചത്ത് കഴിഞ്ഞാൽ എന്നെ പറയരുത്. കാരണം അത് മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ എപ്പോഴും എന്തും സംഭവിക്കാം. ഒരു ക്രീപ്പർ ഒന്ന് എടുത്തൊന്ന് പൊട്ടിയാൽ തീരാവുന്നുള്ളൂ ചിലപ്പോൾ. നെതറൈറ്റിൻ്റെ ആർമർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കാരണമല്ല. എനിവേ ഇനി നമുക്ക് ഡേ 60 to day 80 കാണാം. ഓക്കെ, വീഡിയോക്ക് ലൈക്ക് കൊടുക്കാം, എന്നാൽ അൽഗോരിതം ഇത് കൂടുതലൊക്കെ പുഷ് ചെയ്യുള്ളൂ വീഡിയോ. എനിവേ നമുക്ക് നോക്കാം. ഇനി ഡേ 60 to 80 ചാവാതെ ഇരിക്കുമല്ലോ എനിക്കറിയില്ല. ഭാഗ്യം എൻ്റെ കാണാം. ഓക്കെ, ചാകാതെ എന്ത് കാരണം എനിക്ക് ഒന്നാമത് തീരെ ക്ഷമല്ല. ഞാൻ എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് കാണിച്ചു വിട്ടത്. എനിവേ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.